Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിന്റെ ഹിന്ദിയാണ്. 8ാം ക്ലാസ്സിലെ ഹിന്ദി യൂണിറ്റ് 5 ഖുശ്ബു രസ്തേ ഹെ ഹാത്ത് ഒരു കവിതയാണ്. അരുൺ കമലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ കവിതയുടെ മലയാളം എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. സെക്കൻഡ് ക്ലാസ്സിലാണ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്ത് പോയിന്റ് തരിക. അപ്പോൾ നമുക്ക് നോക്കാം. യൂണിറ്റ് 5 ഖുശ്ബു രസ്തേ ഹെ ഹാത്ത് കവിത അരുൺ കമലാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നോക്കാം. ഇക്കായി 5 യൂണിറ്റ് 5 ഗുസർത്തെ പല്ലാണ്. അതിൽ തന്നെ കവിത ഖുശ്ബു രസ്തേ ഹെ ഹാത്ത് അരുൺ കമൽ. അപ്പോൾ ഈ ഖുശ്ബു രസ്തേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മീനിങ്? കൈകൾ സുഗന്ധം സൃഷ്ടിക്കുന്നു, അതായത് കൈകൾ സുഗന്ധം സൃഷ്ടിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഖുശ്ബു പറഞ്ഞ സുഗന്ധമാണ്, അതുപോലെ ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈയാണ്. ഓക്കെ. കൈ ഗലിയോം കെ ബീച്ച് കൈ നാലോം കെ പാർ കൂടെ കർക്കട്ട് കെ टेरों के बाद बदबू से फटते जाते इस डोलों के अंदर ഖുശ്ബു രസ്തേ ഹെ ഹാത്ത് ഖുശ്ബു രസ്തേ ഹെ ഹാത്ത് എന്താ പറയുന്നത്? കൈ ഗലിയോം കെ ബീച്ച്, ഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവുകളാണ് കേട്ടോ. അപ്പോൾ പല തെരുവുകൾക്കിടയിൽ കൈ നാലോം കെ പാർ, നാലോം പറഞ്ഞു കഴിഞ്ഞാൽ ജലാശയങ്ങളാണ്, നമുക്ക് അരുവികൾ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ റിവേഴ്സ് ജലാശയങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ പല അരുവികളിലൂടെ കൂടെ കർക്കട്ട് കെ ടെറോം കെ ബാത് മാലിന്യ കൂമ്പാരങ്ങൾക്ക് ശേഷം ദുർഗന്ധം വമിക്കുന്നു എന്നാണ് പറയുന്നത്. ബദ്ബൂ സെ ഫട്ടേ ജാത്തെ ഇസ് ടോലെ കെ അന്തർ, അതായത് ഈ ടോലെ കുഗ്രാമത്തിനുള്ളിൽ ദുർഗന്ധം വമിക്കുന്നു. ഖുശ്ബു രസ്തേ ഹെ ഹാത്ത് ഖുശ്ബു രസ്തേ ഹെ ഹാത്ത്. അപ്പോൾ കൈകൾ സുഗന്ധം സൃഷ്ടിക്കുന്നു, കൈകൾ സുഗന്ധം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? മാലിന്യത്തിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആസ്വാദന ടിപ്പണിയിൽ പറയും. ഇപ്പം ഞാൻ ഇതിൻ്റെ മീനിങ് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത് उबरी नसों वाले हाथ घिसो नाखूनों वाले हाथ पीपल के पत्ते से नए नए हाथ जूही की टाल से खुशबूदार हाथ गंदे कटे पीटे हाथ जख्म से फटे हुए हाथ ഖുശ്ബു രസ്തേ ഹെ ഹാത്ത് ഖുശ്ബു രസ്തേ ഹെ ഹാത്ത്. എന്താ പറയണത്? ആദ്യം ഉബറി നസോം വാലെ ഹാത്ത്, പ്രകടമായ ഞരമ്പുകളും അതുപോലെ ഗിസോ നാക്കൂനോം വാലെ ഹാത്ത്, തേഞ്ഞ നഖങ്ങളുമുള്ള കൈകൾ അല്ലേ. പിന്നെയോ പീപ്പിൾ കെ പത്തേ സെ നയേ നയേ ഹാത്ത്, പീപ്പിൾ സെ പത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ പറഞ്ഞ ആലാണ് കേട്ടോ, അരയാലില്ലേ നമ്മുടെ ആൽമരം, ആ ആലിൻ്റെ ഇലകൾ പോലെയുള്ള പുതിയ കൈകൾ എന്നാണ് പറയുന്നത്. ജൂഹി കെ ടാൽ സെ ഖുശ്ബൂദാർ ഹാത്ത് എന്ന് പറയുന്നുണ്ട്, അതായത് മുല്ലപ്പൂ പോലെ ഉള്ള സുഗന്ധമുള്ള കൈകൾ. അത് അവിടെ കഴിഞ്ഞു. അടുത്ത് പറയണത് ഗന്ധേ കട്ടേ പിട്ടേ ഹാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട അതുപോലെ കീറിയ ചതഞ്ഞ കൈകൾ എന്നാണ് പറയുന്നത്. ജഗ്മ സെ ഫട്ടേ ഹുയേ ഹാത്ത്, ചതഞ്ഞ കൈകൾ. പിന്നെ ലാസ്റ്റ് വീണ്ടും പറയുന്നു ഖുശ്ബു രസ്തേ ഹെ ഹാത്ത് ഖുശ്ബു രസ്തേ ഹെ ഹാത്ത്, അതായത് കൈകൾ സുഗന്ധം സൃഷ്ടിക്കുന്നു, കൈകൾ സുഗന്ധം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. യഹി ഇസ് ഗലി മേ ബൻതി ഹെ മുൽക്ക് കി മഷൂർ അഗർബത്തിയാണ്. ഈ തെരുവിലാണ് രാജ്യത്തെ പ്രശസ്തമായ ചന്ദനത്തിരികൾ, അഗർബത്തി എന്ന് പറഞ്ഞ ചന്ദനത്തിരികൾ നിർമ്മിക്കുന്നത്. ഇനി ഗന്ധേ മൊഹല്ലേക്ക് ഗന്ധേ ലോഗ് ബനാത്തെ ഹെ കേവട ഗുലാബ് ഗസ് ഓർ രാദ്രാണി അഗർബത്തിയ. അപ്പോൾ ഈ ഒരു വൃത്തികെട്ട തെരുവിലാണ്, ഈ ഇത്രയും സ്മെല്ലുകൾ ഇത്രയും ദുർഗന്ധങ്ങൾ വമിക്കുന്ന തെരുവിലാണ് ചന്ദനത്തിരികൾ അഗർബത്തികൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ വൃത്തികെട്ട പ്രദേശങ്ങളിലെ ഇത്രയും ഇതായിട്ടുള്ള ആളുകൾ കെവ്ഡ റോസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാഗ്രൻസസ് ഉള്ള അഗർബത്തികൾ ഉണ്ടാക്കുന്നു. दुनिया की सारी गंदगी के बीच दुनिया की सारी ഖുശ്ബു രഹത്തെ ഹെ ഹാത്ത്. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ മാലിന്യങ്ങൾക്കും ഇടയിൽ ലോകത്തിൻ്റെ മുഴുവൻ സുഗന്ധവും സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ കൈകളാണ്. പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ ഉള്ളത്, അതാണ് പറയുന്നത്. അപ്പോൾ ഈ എല്ലാവിടെയും നമുക്ക് ചന്ദനത്തിരി നല്ല മണമുള്ളതാണല്ലേ, അത്രയും നല്ല ഒരിത് വരുന്നത് എവിടെ നിന്നാണ്? ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലത്തു നിന്നാണ്. ഓക്കെ. അപ്പോൾ ഖുശ്ബു രസ്തേ ഹെ ഹാത്ത് ഖുശ്ബു രസ്തേ ഹെ ഹാത്ത്. അപ്പോൾ ഈ കൈകളാണ് സുഗന്ധം സൃഷ്ടിക്കുന്നത്, ഈ കൈകളാണ് സുഗന്ധം സൃഷ്ടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വല്ലാത്തൊരു ഇന്നർ മീനിങ് ഉണ്ട്. എന്തിന്? ഈ ഒരു
കവിതയ്ക്ക് എന്താണ് അതിൻ്റെ ഇന്നർ മീനിങ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ പറയുന്നത് തൊഴിലാളി വർഗത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് അധ്വാനിക്കുന്ന ആളുകൾ, അവരുടെ അധ്വാനം കൊണ്ടാണ്, ആ അധ്വാനം കാണിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു രചനയാണിത്. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്, എങ്ങനെയാണ് ഒരു തൊഴിലാളി സമൂഹം ഒരു നല്ലൊരു സൊസൈറ്റീനെ സൃഷ്ടിക്കുന്നതെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തൊഴിലാളി സമൂഹം എങ്ങനെയാണ് സന്തോഷപ്രദമായി നമ്മുടെ ഈ ഒരു സൊസൈറ്റീനെ സന്തോഷപ്രദമാക്കി വെക്കുന്നതിൽ പങ്കാളിത്തം വഹിക്കുന്നത് എന്നതാണ് ഈ കവിതയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഈ കവിതയിൽ കൈ എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമ്മുടെ ഈ ശരീരത്തിലെ ഒരു അവയവത്തിനെ കുറിച്ച് മാത്രമല്ല, എന്തിനെ കുറിച്ചും കൂടിയാണ്. പകരം ഈ സൃഷ്ടിയുടെ ഒരു പ്രതീകമായിട്ടാണ് പറയുന്നത്. ഈ കൈകളാണ് ഇഷ്ടിക നിർമ്മിക്കുന്നത്, വീടുണ്ടാക്കുന്നത്, അടുപ്പ് കത്തിക്കുന്നത്, വയലിൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നത്, തുണി തേക്കുന്നത്, അങ്ങനെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും ആ കൈകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ തൊഴിലാളികളാണ് റോഡ് നിർമ്മിക്കുന്നു, വീട് കെട്ടുന്നു, വ്യവസായത്തിൽ പണിയെടുക്കുന്നു, വയലിൽ പണിയെടുക്കുന്നു, ഇതെല്ലാം ആ കൈകൾ കൊണ്ടാണ് ചെയ്യുന്നത്. അവരുടെ അധ്വാനം നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ഇല്ല, നമ്മുടെ രാജ്യമില്ല, പുരോഗതി ഇല്ല. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ സന്തോഷപ്രദമായ സമൂഹത്തിന്റെ നിർമ്മാണത്തിൽ തൊഴിലാളി വർഗത്തിന്റെ പങ്കാളിത്തം അത്ര അമൂല്യമാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇന്നർ മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ പറയുന്നത് ഇതിന്റെ ഇന്നർ മീനിങ് എന്താണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്രിസിയേഷൻ പാർട്ട് 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ട് 1 നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആദ്യ ക്വസ്റ്റ്യൻ, बदबू से फटते जाते इस टोले के अंदर खुशबू रचते हैं हाथ, इससे कवि का तात्पर्य क्या होगा? അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? ദുർഗന്ധം വമിക്കുന്ന ഈ ചെറിയ കോളനിയിൽ സുഗന്ധം പരത്തുന്ന കൈകൾ, ഇതിലൂടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ആൻസർ ഇതാണ്. इस कविता में कवि ने अगरबत्ती बनाने वालों के बारे में बताया है. ചന്ദനത്തിരി ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറയുന്നു. ये लोग खुशबू से कोसों दूर है. अगरबत्ती का कारखाना अक्सर किसी तंग गली में, घरों और सड़कों के किनारे गंदे पानी के बहाव के लिए बनाए गए रास्ता के पार और बदबूदार कूड़े के ढेर के समीप होता है. ऐसे स्थानों पर कई कारीगर अपने हाथों से अगरबत्ती को बनाते हैं. എന്താ മീനിങ്? ഈ ഒരു പോയത്തില് ചന്ദനത്തിരി ഉണ്ടാക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവര് സുഗന്ധത്തിൽ നിന്നും ഒരുപാട് അകലെയാണ്. ശരിക്കും ഇത് ഉണ്ടാക്കുന്നവർക്ക് സുഗന്ധമൊന്നും ഉണ്ടാവില്ല, നമ്മളിത് ഉപയോഗിക്കുന്നു അല്ലേ. ഇത് എവിടെ നിന്നാണ്, ആരാ ഉണ്ടാക്കുന്നത്? തൊഴിലാളികളാണ്. അവര് മലിനമായിട്ടുള്ള സാഹചര്യത്തിൽ ഇരിക്കുന്നവരായിരിക്കും ചിലപ്പോ ഒക്കെ, നമുക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു തെരുവിലോ മലിനജലം ഒഴുകുന്ന ഓടകൾക്കപ്പുറത്തോ ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളുടെ അടുത്തോ ഒക്കെ ആയിരിക്കും സാധാരണ ഈ ചന്ദനത്തിരി ഫാക്ടറികളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് തൊഴിലാളികൾ അവരുടെ കൈകൾ കൊണ്ട് ഈ ചന്ദനത്തിരികൾ നിർമ്മിക്കുന്നത്. ഇതാണ് ഇതിന്റെ അർത്ഥം. നെക്സ്റ്റ്, खुशबू रचते हैं हाथ, यह खुशबू रचना से क्या क्या समझ सकते हैं? അർത്ഥം എന്താ? സുഗന്ധം നിർമ്മിക്കുന്ന കൈകൾ, ഇവിടെ സുഗന്ധം നിർമ്മിക്കുന്നു എന്നതിലൂടെ എന്തൊക്കെ മനസ്സിലാക്കാം? कवि का कहना है कि गंदगी में जीवन बिताने वाले लोगों के हाथ खुशबूदार पदार्थों की रचना करते हैं. ये लोग स्वयं विषम परिस्थितियों में अपना जीवन बिताते हैं, परंतु दूसरों का जीवन खुशहाल बनाते हैं. कवि ये भी कहना चाहता है कि हमें उनकी सुधारने की बात सोचनी चाहिए. മാലിന്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ കൈകളാണ് നമ്മൾ ഈ സുഗന്ധപൂർണമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ആളുകൾ സ്വയം വിഷമ പരിസ്ഥിതിയിൽ ജീവിക്കുന്നവരാണ്, പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കി തീർക്കുന്നത് ഇവരുണ്ടാക്കുന്ന ഈ സാധനങ്ങളാണ് അല്ലേ. അപ്പം നമ്മൾ അവരുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കണം, അതാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി പാർട്ട് 2 വീഡിയോയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.